ഇവനാണ് നമ്മുടെ പടക്കുതിര. സ്വയംപ്രസാദം സ്വാമി ശരണം. അരെ സ്വാമി എന്ന ഇത് ഹലോ യൂട്യൂബ്. സോ നമ്മളിന്ന് നിൽക്കുന്നത്, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ്. ഇന്ന് നമ്മൾ ചെറിയൊരു യാത്ര പുറപ്പെടുന്നു. ഒരു ഭക്തി നിർഭരമായ യാത്രയായിരിക്കും. ശബരിമലയിലേക്കാണ്. ഞാൻ 2-4 വർഷമെങ്കിലും ആവും അവസാനമായിട്ട് ശബരിമലയിൽ പോയിട്ട്. അപ്പോൾ ഇത്തവണ ശബരിമലയിൽ പോകുമ്പോൾ എൻ്റെ അച്ഛൻ, അനിയൻ, അച്ഛൻ്റെ ചേട്ടൻ, എൻ്റെ അമ്മാവൻ, മാമൻ, നമ്മളിത്രയും പേരുമായിട്ടാണ് പോകുന്നത്. പോകാനുള്ള ഒരു കാരണമെന്ന് വെച്ചാൽ ഞാൻ അടുത്ത മാസം മിക്കവാറും മോസ്റ്റ് പ്രൊബബിലി ഞാൻ കാത്തിയുടെ നാട്ടിലേക്ക് പോകുന്നുണ്ട്, ഫ്രാൻസിലേക്ക്. അപ്പോൾ അതിന് മുന്നേ വീട്ടുകാരുടെ ഒരു ആഗ്രഹം ഒന്ന് ശബരിമലയിലേക്ക് പോയി ഒന്ന് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് യാത്ര ചെയ്യാൻ. സോ ഇന്നത്തെ യാത്ര അങ്ങോട്ടാണ്. നമ്മൾ രാവിലെ തന്നെ കെട്ട് കഴിഞ്ഞു. അതായത് ശബരിമലയിലേക്കുള്ള കെട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെയും കൂടെ ഒന്ന് ഇറങ്ങിയിട്ട് ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു. സോ ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സോ ബാക്കി പോകുന്ന വഴിയെ കാഴ്ചകൾ കാണിച്ചു തരാം. സോ ബി വിത്ത് us. ലെറ്റ്സ് ഗോ. രാവിലെ ഒരു 8-8:30 ആയപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് വഴുതയ്ക്കാടുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ വച്ച് തന്നെ നമ്മുടെ കെട്ടും അത് നിറയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളെല്ലാം കഴിഞ്ഞു. എൻ്റെ അച്ഛൻ, എൻ്റെ മാമൻ, അനിയൻ, വലിയച്ഛൻ, നമ്മൾ മൊത്തം 5 പേരാണ് യാത്ര. സോ കെട്ട് നിറയ്ക്കുന്നതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ നോക്കൂ, നമ്മുടെ 5 പേരുടെയും കെട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവനാണ് നമ്മുടെ പടക്കുതിര. സോ ഇവൻ്റെ കൂടെയാണ് നമ്മളിന്ന് ശബരിമല വരെ പോകുന്നത്. കണ്ടോ, അയ്യപ്പനൊക്കെ ഉണ്ട്. സ്വാമി ശർമ്മ. അങ്ങനെ യാത്ര തുടങ്ങി. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വലിയച്ഛൻ്റെ ശബ്ദമാണ്. നമ്മുടെ ഫാമിലിയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് പുള്ളി. കുറച്ചൊരാളുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അങ്ങ് പോവുകയും ചെയ്തു. പിറ്റേന്ന് ശനിയാഴ്ച രാവിലെ ഒരു ഫോൺ, ഹലോ പറഞ്ഞല്ലേ, ഇത് വട്ടപ്പാറ സ്റ്റേഷനിൽ നിന്നാണ്. നിങ്ങൾ ഇതുവരെ അതൊന്ന് എന്താ ഉണ്ടായത്, ഇതാണ് നമ്മൾ, നിങ്ങൾ ഇതുവരെ പറയണം. ഞാൻ പറഞ്ഞു എനിക്കായി. പിന്നെ അവിടെ അമ്പലത്തിൽ ഉത്സവം, അതാണ് പോയിക്കണത്. അപ്പം ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ കൊണ്ട് വന്ന് മറ്റു എന്താണ് വേറെന്താണ് ഇൻഫോർമർ. ഇതാണ് നമ്മളെ ഫസ്റ്റ് ഇൻഫോർമർ. അങ്ങനെ അവൻ ഇവിടെ നിന്ന് അവനെ കിട്ടിയത് അവൻ ഇവിടെ നിന്ന് അവന്റെ ഫോണിനെ ഉപേക്ഷിച്ച കൊണ്ട് അങ്ങ് തമിഴ്നാട്ടിൽ പോയി. അവിടെ ചെന്ന് ചായക്കട ചെന്ന് ചായക്കട പണിതുകൊണ്ട് അവിടെ നിന്ന് ആരെയാ ഫോൺ വാങ്ങിച്ചവ ഇവിടെ ആരെയാ വിളിച്ച്. പോലീസിന് അത്രയും മതിയല്ലേ. പിറ്റേന്നാ ഈ സ്റ്റേഷനിൽ ഈ അരിയുള്ള ഇവനെ അവിടെ കൊന്നോണ്ട് വരണ വരവ്. ഈ പെണ്ണ് ശാന്തമൂലമുള്ളതാണ്. ഇല്ല, പെണ്ണ് ഇവിടെ ഉള്ളതാണ്. അപ്പൊ ഇവിടെ കൊന്നിട്ട് അപ്പൊ അങ്ങ് പോയതാണ്. അതാ ഇവനെ കൊണ്ട് അവിടെ ഇവനെ കണ്ട സുന്ദരനാണ്, ഭയങ്കര സുന്ദരനാണ്. ഇവളെ ഇവിടെ പുതിയ ആളെ കൊന്നിട്ടിട്ട് ഒട്ടക്കാവില് 3 മണിക്ക് മീനെടുക്കാൻ പോയവര് പെട്ടിയാട്ടയിലും കൈ കാണിച്ച് അവന്മാർ നിർത്തിയില്ല. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റ് എത്തി.
ശബരിമലയല്ല, ഇന്ത്യൻ കോഫി ഹൗസ്. നമ്മൾ അവിടെ ഇറങ്ങി ഒരു ആഹാരമൊക്കെ കഴിച്ചു. എല്ലാവർക്കും മസാല ദോശയല്ല, ബീട്രൂട്ട് ദോശ എന്ന് വേണം പറയാം. അപ്പോൾ അവിടെ നിന്ന് ആഹാരം കഴിച്ചു. പെട്ടെന്ന് തന്നെ കഴിച്ചങ്ങ് ഇറങ്ങി. എത്തിയപ്പോൾ നമ്മളൊന്ന് ചവിട്ടിയായിരുന്നു. കാരണം ഇവിടെയാണ് എൻ്റെ ഒരു കസിൻ ആര്യ വർക്ക് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അവളെ ഒന്ന് കണ്ടിട്ട് പോകുമെന്ന് കരുതി. പുള്ളിക്കാരി ഇവിടെ ഈ ലാബിൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുകയാണ്. അവളുടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന സ്ഥലമാണ് ഇവിടെ കൊട്ടാരക്കര. എൻ്റെ കസിൻ എന്ന് പറയുമ്പോൾ നേരത്തെ കണ്ട വലിയച്ഛൻ്റെ ഇളയ മകൾ, രണ്ടാമത്തെ മകൾ സോമേശ്വരൻ. ജോലിക്ക് എങ്ങനെ പോകുന്നു? നീ മാസ്ക് എടുത്തോ മാറ്റിക്കോ. ഗ്ലാമറുണ്ട്. ചത്തറില്ലേ? മുക്കുപിടി ഈ കാണുന്നത് MDMA ഒക്കെ വന്നപ്പോൾ കേരളത്തിൻ്റെ യുവാക്കൾക്കിടയിൽ അന്യന്ന് പോകുന്ന ഒരു ലഹരി വസ്തുവാണ്. മൂക്കുപ്പൊടി എന്ന് പറയും. ആർക്കെങ്കിലും അറിയാവോന്ന് അറിയത്തില്ല. നമ്മളീ പോകുന്നതിൻ്റെ വഴിയിൽ കൊട്ടാരക്കര ഗണപതി അമ്പലം, അവിടെ ഒന്നിറങ്ങി. അവിടെയുള്ള കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത്. വാങ്ങിച്ചേ അവിടെ അടിക്കേണ്ട തേങ്ങ. സർവം മംഗളം ഭവതു. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ഈ നമ്മുടെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്നൊരു ഗണപതി ക്ഷേത്രമാണ്. ഇവിടുത്തെ ഉണ്ണിയപ്പം വളരെ ഫേമസ് ആണ്. ഇതൊരു ഭയങ്കര ഫേമസ് സംഭവമാണ്. ഈ ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം, കൊട്ടാരക്കര ഉണ്ണിയപ്പം. കൊള്ളാം ഇവിടെ ഇത്. അല്ല, സ്വയംഭ സാധനം ക്രിസ്പിയാണ്. സോ ഗണപതി അമ്പലത്തിൽ നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ച് വീണ്ടും യാത്ര കഴിയുന്നു. ഇവിടെ എന്തോ അന്നദാനമാണെന്ന് തോന്നുന്നു. നല്ല ആൾക്കാരുണ്ട്. വരിയിൽ മൊത്തം ആൾക്കാരിക്കുന്നതാണ്. ഇപ്പോൾ വടശ്ശേരിക്കരെത്തി. ഇപ്പോൾ സമയം 2 മണിയായി. നമുക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ട്. എന്തെങ്കിലും ചോറോ എന്തെങ്കിലും ആഹാരം കഴിക്കാം. ഊണ് കഴിച്ചിട്ട് വേണം പോയി അവിടെ നിന്ന്. കുറച്ച് ഹോട്ടലുകൾ തപ്പാം. ഓക്കെ. സ്വാമി ശരണം. We are about 60 kilometers away from Shabarimala. And where did you stop? To eat, to have lunch. Okay. Then bon appetit. Bon appetit.
വി റീച്ച് ശബരിമല പമ്പ ഹിൽ ടോപ്പ്. ഇത് ഈ കാണുന്നതാണ് പമ്പ ഹിൽ ടോപ്പ് പാർക്കിംഗ്. നമ്മളങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇരുമുടിക്കെട്ടൊക്കെ കയ്യിലെടുത്തു, യാത്ര തുടങ്ങി. പമ്പയിൽ അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട്, തിരക്കുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഹിൽ ടോപ്പിലാണ്. അവിടെയും ഇരുവശത്തും കുറേയധികം വണ്ടികളൊക്കെ കിടപ്പുണ്ട്. നമുക്ക് മുന്നേയും കുറച്ച് അയ്യപ്പന്മാരൊക്കെ പോകുന്നതാണ്. ഇവിടെയൊക്കെ മഴ പെയ്തിട്ടാണെന്ന് തോന്നുന്നു, കുറച്ച് ചെളിയൊക്കെ കയറി കിടപ്പുണ്ട്. ഈ കാണുന്നതാണ് ശബരിമലയിലേക്ക് പോകുന്ന പമ്പയ്ക്ക് കുറുകെയുള്ള പാലം. ഇതിപ്പോൾ വൺ വേ ആണെന്ന് തോന്നുന്നു, ഒരു സൈഡ് മാത്രമേ അയ്യപ്പന്മാർ പോകുന്നുള്ളൂ. ഇതിൻ്റെ ഇടയിൽ പലപ്പോഴും കാത്തിയും അമ്മയും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. ശബരിമലയിലെത്തിയിരിക്കുകയാണ്. പമ്പയ്ക്ക് കുറുകെയുള്ള ഈ പാലം കടന്നു വേണം നമുക്ക് ഹിൽ ടോപ്പിൽ നിന്നും പമ്പയുടെ തീരത്തേക്ക് പോകുന്നത്. അവിടെ ഇറങ്ങിയിട്ട് വേണം കുളി സാധ്യമാക്കാൻ. ഇവിടെ പമ്പാനദിയിൽ അത്യാവശ്യം നല്ല തിരക്ക് കാണുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ ഞാൻ വന്നപ്പോൾ ഇതിനേക്കാളും നല്ല തിരക്കുണ്ടായിരുന്നു. ഇത്തവണ തിരക്കുണ്ട്, എന്നാലും വലിയ രീതിയിലുള്ള തിരക്കാണെന്ന് പറയാൻ പറ്റില്ല. ശബരിമലയിൽ ഇന്നിപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ എത്തുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഇറങ്ങി പമ്പാ നദിയിലിറങ്ങി കുളിക്കുക, എന്നിട്ട് വേണം ശബരിമലയ്ക്ക് കയറാൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നദിയിലേക്ക് വേണം പോകാൻ. എൻ്റെ ബ്രോയുടെ കുളിസീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ചുറ്റും നോക്കിയാൽ പലരുടെയും കുളിസീന് കാണാം. അടുത്തത് എൻ്റെ ഊഴമായിരുന്നു. ഞാൻ നല്ല രീതിയിലൊന്ന് നീരാടി. പമ്പയിൽ നിന്നുള്ള കുളി കഴിഞ്ഞു. സോ സ്ട്രൈറ്റ് ടു ശബരിമല മലകൈ. ഇതാണ് പമ്പയിലുള്ള വിർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനം. നമ്മൾ ഒന്നുകിൽ ഓൺലൈൻ വഴി വിർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വരിക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് എടുക്കാം. പക്ഷേ ഓൺലൈൻ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 1.5 മാസത്തിന് ശേഷമൊക്കെയാണ് എൻ്റെ ഡേറ്റ് കിട്ടിയത്. പക്ഷേ ഇവിടെ നിന്ന് എടുക്കാനായിട്ട് വലിയ തിരക്കൊന്നുമില്ല. ഈ കാണുന്നതാണ് വിർച്വൽ ക്യൂ ടിക്കറ്റ്. നിങ്ങൾക്ക് കാണുന്നില്ല കറുത്ത സാധനം, അതെൻ്റെ ഫോട്ടോയാണ്. പക്ഷേ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. ഫോട്ടോയാണെന്ന് പ്രത്യേകം എഴുതി വെക്കേണ്ടി വരും. അങ്ങനെ മലകയറ്റം തുടങ്ങി. ഇവിടെ തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മലകയറ്റം. ഇതാണ് പമ്പ ഗണപതി ക്ഷേത്രം. സോ ശബരിമല കയറുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ക്ഷേത്രത്തിൽ വരിക. അവിടെ നമ്മുടെ കെട്ടിലുള്ള ഒരു തേങ്ങ അവിടെ അടിച്ചു പൊട്ടിക്കുക. ഇത് കഴിഞ്ഞാണ് മലകയറ്റം. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും, ഇവൻ ഇത്ര വലിയ വിശ്വാസിയാണോ എന്ന്. അല്ല, ഞാൻ കുറേ കൂടെ ലോജിക്കലിന് തന്നെ മുൻതൂക്കം നൽകി കാര്യങ്ങൾ ചിന്തിക്കുന്നൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ ശബരിമലയിൽ വരുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ലോജിക്കിനെയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മലകയറ്റം തുടങ്ങി. സ്റ്റീപ്പായിട്ടുള്ള കയറ്റം ഒന്ന് തുടങ്ങി. നിങ്ങൾക്കിവിടെ കാണാം ഇന്ത്യയുടെ പല സംസ്ഥാനത്തു നിന്നും പല ചുറ്റുപാടിൽപ്പെട്ട
പല ബാക്ക്ഗ്രൗണ്ടുള്ള പല സാമ്പത്തിക ശേഷിയുള്ള വ്യക്തികൾ ഒരു സമാധാനത്തിന് വേണ്ടി അവർക്ക് ഇവിടെ എത്തുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ ലോജിക്കൊന്നും നോക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് തന്നെ എൻ്റെയും ചിന്ത. കാരണം അവരെല്ലാം കൂട്ടി ഒരുമിപ്പിക്കുന്ന ഒരു വിശ്വാസം തന്നെയാണ്. അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. കുറച്ച് പേർത്ത് തുടങ്ങി. വേറുണ്ട്. സോ നടന്ന് നീലിമല ടോപ്പെത്തി. സോ ആദ്യത്തെ കരിമല കുറച്ച് കഷ്ടപ്പാട് തന്നെ കയറാം. ടൈറ്റാ. എൻ്റെ അച്ഛനും മാമനും വലിയച്ഛനും ഒക്കെ വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ കയറുന്നുണ്ട്. ഇതേതാ ഈ കൗണ്ടർ പയ്യൻ? നിങ്ങൾക്ക് ഈ മലയുടെ ആ ഒരു ടിൽറ്റ് മനസ്സിലാക്കണമെങ്കിൽ കാണിച്ചുതരാം. ഇതേ കണ്ട ആളുകൾ വരുന്നുണ്ട്. എന്തുമാത്രം ആ ഒരു ആംഗിള് ഇതൊന്ന് ഇങ്ങനെ കിടക്കും. ഓക്കെ. പോകുന്ന വഴിയോരങ്ങളിലെല്ലാം സ്വാമിമാർക്ക് കുടിക്കാനായിട്ട് ഇതുപോലെ സൗജന്യ ഔഷധ കുടിവെള്ളം വെച്ചിട്ടുണ്ട്. ശബരിമല വിശ്വാസികൾക്കുള്ളൊരു സ്ഥലമാണ്, അത് സത്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ്, ഇങ്ങനത്തെ ഒരു ഹിൽ ടോപ്പിലുള്ള ഒരമ്പലം, പിന്നെ അതിൻ്റേതായ കുറച്ച് ആചാരങ്ങൾ, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം താല്പര്യമുള്ളവർക്കും ഇവിടെ നോക്കാം. കണ്ടോ ഒരു കയറ്റത്തിൻ്റെ ടഫ്നെസ് ഇല്ലെന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ വലിയച്ച് പുള്ളിക്കാരെ 10-60 വയസ്സുണ്ടെങ്കിൽ എന്നിട്ട് കയറുന്നുണ്ട്. വെള്ളം അച്ഛനും മാമനും മുന്നേ നടന്നു പോയി. ഇതൊരാളെ കണ്ടില്ല. അപ്പോൾ എൻ്റെ വലിയച്ഛനും അനിയനും കൂടെ ഉണ്ട്. കുറച്ച് നടന്ന് കണ്ടപ്പോൾ ഇവിടെ ഇതുപോലെയുള്ള ഹോട്ടലുകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കയറി തണുത്ത വെള്ളമോ എന്തെങ്കിലും ചെറിയ കടിയോ കടിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ കുറച്ച് തമിഴ് ബ്രോസ്, അവർക്ക് കുറച്ച് വീഡിയോ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ശരി. അരെ സ്വാമി എന്നാ ഇത്? തണ്ണിമത്തൻ, വെള്ളരിക്ക, കുക്കുംബർ. നോക്കൂ, ഇതാണ് ശരംകുത്തി. ഈ കാണുന്നതാണ് ശരംകുത്തി. അയ്യപ്പന്മാർ ഇവിടെ വന്നിട്ട് ഓരോ ശരവും കുത്തി വീണ്ടും യാത്ര തുടരും. ഇതാണ് നടപ്പന്തൽ. മലകയറി വരുന്ന അയ്യപ്പന്മാർക്ക് വിശ്രമത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലം. കുറേ അയ്യപ്പന്മാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. അതായത് വേറെ സ്റ്റേറ്റിൽ നിന്നൊക്കെ വന്നവർ
വന്നവരാണെന്ന് തോന്നുന്നു ഇതിനകത്ത് കുറേ ഏറ്റവും കൂടുതലുള്ള. ആ നടപ്പന്തൽ കഴിഞ്ഞു വന്നപ്പോൾ കുറച്ച് നിരപ്പുള്ള റോഡ് കിട്ടി. റോഡല്ല, വഴി. ഇനി കുറച്ചൊരു ശ്വാസം വിടാം. സോ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. മരം, ലൈറ്റുകൾ, ടൈല് പാകി ഉള്ള അത്യാവശ്യം വീതിയുള്ള വഴിയുണ്ട്. സ്വാമി ശരണം. നമ്മളങ്ങനെ മരക്കൂട്ടം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ബ്ലോക്ക് തുടങ്ങി. വണ്ടികളുടെ ബ്ലോക്കല്ല, അയ്യപ്പന്മാരുടെ ബ്ലോക്ക്. അതിനുശേഷം ഇവർ ഈ ഗേറ്റ് വെച്ച് അടയ്ക്കും. പോലീസുകാർ ഓരോ പോയിന്റുകളിൽ ഗേറ്റ് വെച്ച് അടയ്ക്കുന്നു. അവിടെ നിന്ന് പിന്നെ കുറച്ച് ആൾക്കാരെ കുറച്ച് ഗ്രൂപ്പായിട്ട് കടത്തിവിടുത്തുള്ളൂ. ഇതിന് ശേഷം നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഒരു 100 മീറ്റർ മുന്നോട്ട് വിടും. പിന്നെ വീണ്ടും ഒരു അരമണിക്കൂർ പിടിച്ചു നിർത്തും. അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു 2-2.5 മണിക്കൂർ പോയി കിട്ടി. അങ്ങനെ ഒരു 2-2.5 മണിക്കൂർ വെയിറ്റിങ്ങിന് ശേഷം അയ്യപ്പനെ കാണാനെത്തി, സന്നിധാനത്തെത്തി. ഈ ഒരു വിഷ്വൽസൊക്കെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാണാൻ. നല്ല രസമാണ്. ഇത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അങ്ങനെ കാണാൻ കിട്ടുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം വളരെ വലുതാണ്. ഈ കാണുന്നതാണ് ആഴി. ഫുൾ ടൈം വർക്കിംഗ് ആണ്. അതായത് എല്ലാ സമയവും കത്തിക്കൊണ്ട് നിൽക്കുന്ന തീയന് ആഴി എന്ന് പറയുന്നത്. അയ്യപ്പന്മാർ കൊണ്ടുവരുന്ന തേങ്ങ, ഇരുമുടിക്കെട്ടിലെ തേങ്ങയൊക്കെ ഇവിടെയാണ് കൊണ്ട് നിക്ഷേപിക്കുന്നത്. സോ അതുകൊണ്ട് ആശാൻ ഫുൾ ടൈം ഓൺ ഫയർ ആയിരിക്കും. ശബരിമലയിൽ വന്നു കഴിഞ്ഞ് ദർശനം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പണിയാണ് ഈ കാണുന്നത്. നമ്മുടെ ഇരുമുടിക്കെട്ടിലെ നെയ്ത്തേങ്ങകൾ, അതായത് നെയ്യ് നിറച്ച തേങ്ങകളാണ് നെയ്ത്തേങ്ങകൾ എന്ന് പറയുന്നത്. അതെല്ലാം പൊട്ടിച്ച് നെയ്യ് അതിൽ നിന്നും പുറത്തെടുത്ത് ഒരു പാത്രത്തിലാക്കി അയ്യപ്പനെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് എൻ്റെ മാമനും വലിയച്ഛനും അച്ഛനും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഫേമസ് അരവണ അപ്പം കൗണ്ടർ. ഇവിടെ വൈകിൽ നിന്ന് നമുക്ക് അരവണയും അപ്പമൊക്കെ വാങ്ങാം. കാർഡും ക്യാഷും മാത്രമേ സ്വീകരിക്കത്തുള്ളൂ കേട്ടോ. അരവണയ്ക്ക് 100, അപ്പത്തിന് 45 രൂപയാണ് ഇവിടെ പ്രൈസ്. സന്നിധാനത്ത് രാത്രി 10 മണിക്ക് കാണുന്ന തിരക്കാണ് ഈ കാണുന്നത്. ഇതിൽ മിക്ക പേരും ഈ രാത്രി ശബരിമല ഈ സന്നിധാനത്തിന് തങ്ങും. ഈ കാണുന്നത് പോലെ എവിടെയെങ്കിലും കിട്ടുന്ന സ്ഥലത്ത് കയറി കിടക്കും. ഇവർ മിക്കവരും വെയിറ്റ് ചെയ്യുന്ന നാളെ രാവിലെ അഭിഷേകത്തിന് അവിടെ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അഭിഷേകം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത നെയ്യ് കൊണ്ട് അവിടെ സമർപ്പിക്കുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് മലയിറങ്ങുന്നു. അതാണ് പതിവ്. അതാ നിങ്ങൾ ഈ കാണുന്നത് സന്നിധാനത്ത്, എസ്പെഷ്യലി മാളികപ്പുറത്ത് നമ്മുടെ അന്യസംസ്ഥാനക്കാരായ അയ്യപ്പന്മാർ ചെയ്യുന്ന, അവർ വിശ്വാസമൊന്നും ധരിക്കുന്ന പല അവിശ്വാസ അനാചാരങ്ങളുമാണ്.
ഇവിടെ പോയി തേങ്ങ ഉരുട്ടുക, ഇവിടുത്തെ റൂഫിൽ എന്തെങ്കിലും തുണികൾ വാരി എറിയുക, ഇതൊക്കെ അവരുടെ പരിപാടികളാണ്. ഹൈക്കോടതി ഇത് പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു, ഇങ്ങനെയുള്ളതൊന്നും ഇവിടെ പാടില്ല എന്ന്. പക്ഷേ അവരിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. നമ്മളങ്ങനെ രാവിലെ നെയ്യഭിഷേകത്തിനുള്ള നെയ്യും കൊടുത്ത് രാവിലെ തന്നെ തിരിച്ച് മലയിറങ്ങി. കുറച്ച് പൊരി, അവിടുത്തെ സ്പെഷ്യൽസാണ് ഈ പൊരി, അതുപോലെ സ്വീറ്റ്സ്. കാത്തിക്കും അവളുടെ അമ്മയ്ക്കും അനിയത്തിക്കും വേണ്ടിയിട്ട് 1-2 ചെറിയ മാല, ശബരിമലയിൽ മാല അവർ എൻ്റെ അടുത്ത് പ്രത്യേകം വിളിച്ച് പറഞ്ഞായിരുന്നു ഒന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ. അങ്ങനെ അത് വാങ്ങി. എൻ്റെ വീട്ടിൽ അമ്മ അത് ധരിക്കത്തില്ല, അതുകൊണ്ട് അമ്മയ്ക്ക് വാങ്ങിയില്ല. താഴോട്ട് ഇറങ്ങിയപ്പോൾ കണ്ടതാണ് അയ്യപ്പൻ്റെ ഒരു ടെമ്പററി ഒരു പ്രതിമയത്. അപ്പോൾ നമ്മൾ ദർശനമെല്ലാം കഴിഞ്ഞ് താഴെ തിരിച്ച് പമ്പയിലെത്തി. സമയം 6:30 രാവിലെ അവിടുത്തെ നെയ്യ് കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്, അത് കഴിഞ്ഞ്. അപ്പോൾ അത് കഴിയുന്നത് വരെ നമ്മളൊരു 5 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു. പോകുന്ന വഴിക്കൊരു 2 മണിക്കൂറോളം ക്യൂ ഉണ്ടായിരുന്നു. ആ സംഭവം പോയിട്ട് ബാക്കിയൊന്നും വലിയ തിരക്കൊന്നുമില്ല. തിരക്കുണ്ട്, വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരയ്ക്കും വണക്കം. മിക്കവാറും അടുത്ത വീഡിയോ ഞാൻ ഫ്രാൻസിലോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ. നമ്മൾ മലയിറങ്ങിയപ്പോൾ കണ്ട കുറച്ച് അടിപൊളി കാഴ്ചകളാണിത്. നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. സൂപ്പറല്ലേ?